നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഈസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള മെത്തേഡ് ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിന് കാരണമുണ്ട്. അതിൻ്റെ അടുത്ത മെത്തേഡ് ഫ്രം, അഥവാ നാലാമത്തെ മെത്തേഡ് അല്ലേ, നാലാമത്തെ മെത്തേഡ് ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോളിന് എങ്ങനെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് നോക്കാം. ആൽക്കഹോളിൽ നിന്നും ഒരുപാട് മെത്തേഡ് ഉണ്ട് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാൻ. നോക്കിക്കോളൂ. CH3 CH2OH ആൽക്കഹോള്. ഇതിനെ ആൽക്കൈൽ ഹാലൈഡ് ആക്കി മാറ്റാനുള്ള മെത്തേഡുകൾ ഓരോന്നായിട്ട് കണ്ടോളൂ. ഇതിലേക്ക് HCl-ഓ HBr-ഓ ഏതെങ്കിലും സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ OH-ഉം H-ഉം കൂടെ ചേർന്നിട്ട് അവിടെ നിന്ന് നോക്കിക്കോ, അവിടെ നിന്ന് ഇങ്ങനെ H2 ആണ് പോകും. ഈ H-ഉം OH-ഉം കൂടെ ഇങ്ങനെ അങ്ങോട്ട് H2 പോകും. ബാക്കി അവിടെ എന്താ ഉള്ളത്? CH3 CH2X അല്ലേ, CH2X ആൽക്കൈൽ ഹാലൈഡ് കിട്ടിയില്ലേ? ഓക്കെ. ഇനി ഈ റിയാക്ഷനിൽ തന്നെ റിയാക്ടിവിറ്റി ഓർഡർ HX-ൽ HI ആണ് ഏറ്റവും റിയാക്റ്റീവ്, പിന്നെ HBr, പിന്നെ HCl, പിന്നെ HF ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി ആൽക്കഹോളിൽ തന്നെ റിയാക്ടിവിറ്റി ആർക്കാ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽക്കഹോളിൻ്റെ റിയാക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടെർഷറി ആൽക്കഹോളാണ് ഏറ്റവും റിയാക്റ്റീവ്. ടെർഷറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ടെർഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ഉള്ള കാർബണിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാവുക, പ്രൈമറി, ദെൻ മെത്തനോൾ. ഇതാണ് ഓർഡർ. ഓക്കെ, നമുക്കവിടെ കൃത്യമായിട്ട് ഇത് ആൽക്കഹോൾ എന്ന പാഠത്തിൽ വരുന്നുണ്ട്, അപ്പോൾ പഠിക്കാം. ഇനി മറ്റൊരു മെത്തേഡ് വഴി ആൽക്കഹോളിനെ എങ്ങനെ ആൽക്കൈൽ ഹാലൈഡ് ആക്കാം. ഇതൊരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ആൽക്കഹോളിനെ ആൽക്കൈൽ ഹാലൈഡ് ആക്കാനുള്ള മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ ഓരോന്നിനും ഇങ്ങനെ തന്നെ വരച്ച് കാണിക്കേണ്ടി വരും അല്ലേ? ആയിക്കോട്ടെ, നോ പ്രോബ്ലം. സി ഇതാ, ഇതിലേക്ക് NaBrനെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കാം. NaBrനെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കാം. അപ്പം എന്താ ഉണ്ടാവുക? ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് CH3 CH2Br അല്ലേ ബാക്കിയുള്ളത്. CH3 CH2Br കിട്ടി. ആരാണ്? ആൽക്കൈൽ ബ്രോമൈഡ് പ്ലസ് ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് പ്രോഡക്റ്റ് ഉണ്ടായത്. സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്തിട്ട് അത് സോഡിയം ബൈസൾഫേറ്റോ സോഡിയം ഹൈഡ്രജൻ സോഡിയം സൾഫേറ്റ് ഒക്കെ ആയിട്ട് മാറും, ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട്. അത് കഴിഞ്ഞു. ഇനി അടുത്തത് വീണ്ടും നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോവാണ്. CH3 CH2OH PCl3 ആഡ് ചെയ്യുക. PCl3 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 ക്ലോറിൻ ഇല്ലേ, അതുകൊണ്ട് 3 ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുന്നതാണ് ബെസ്റ്റ് ഈൽഡിന് നല്ലത്. ഈ PCl3 ആവണമെന്നില്ല, PX3 ആയാലും മതി, PBr3 PI3 ഒക്കെ പറ്റും. അപ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയാമോ? നോക്കുക, ഇത് ഞാൻ വ്യത്യസ്തമായി പറയട്ടെ. ഇതിങ്ങനെ അങ്ങോട്ട് പോകും. എങ്ങനെ? H3PO3. ആഹാ, ഫോസ്ഫോറസ് ആസിഡ്. ആരാ പോയത്? H 3 O 3 P1. അഥവാ ഇങ്ങനെ ചെയ്താലേ P1 OH 3, ദാറ്റ് ഈസ് POH ത്രൈസ്. ഇതിനെയാണ് ഫോസ്ഫോറസ് ആസിഡ് അഥവാ H3PO3 എന്ന് വിളിക്കുക. ബാക്കി ആരാളുള്ളത്? CH3 CH2Cl, 3 CH3 CH2Cl. യു ഗോട്ട് ഇറ്റ്? CH3 CH2Cl കിട്ടിയില്ലേ? യെസ്. ഇനി അടുത്ത മെത്തേഡ് വീണ്ടും നമുക്ക് ആൽക്കഹോളിൽ നിന്നും ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് നോക്കാം. ഇതാണല്ലോ ആൽക്കഹോള്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് PCl5 ആണ്. PBr5 പറ്റും. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയാമോ? ശ്രദ്ധിക്കണം. ഇവിടെ 5 ക്ലോറിൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ 5 ആൽക്കഹോൾ ഉപയോഗിക്കേണ്ടി വരുമോ? നോ. പിന്നെയോ PCl5 എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടോളൂ. ആ PCl5ൻ്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ വരക്കുന്നു. നോക്കിക്കോളുക. PCl1 2 3 4 5. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങോട്ട് HCl ആയിപ്പോയി, ഇതിങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ പ്രോഡക്റ്റായി പോയി. ഏത്? CH3 CH2Cl. CH3 CH2Cl കിട്ടിയില്ലേ? കിട്ടിയില്ലേ അല്ലേ? ബാക്കി ഇതാരാണ്? HCl ബൈ പ്രോഡക്റ്റ് പോയി. പിന്നെ ആരാ ഉള്ളത്?
PCl3O, ദാറ്റ് ഈസ് POCl3. പിന്നെ ആരുള്ളത്? POCl3 കോൾഡ് ഫോസ്ഫോറിൽ ക്ലോറൈഡ്. ഫോസ്ഫോറിൽ ക്ലോറൈഡ് POCl3. ഇപ്പോൾ PCl3 ആകുമ്പോൾ 3 മോളിക്യൂളിനെ കൺവേർട്ട് ചെയ്യാം. PCl5 ആകുമ്പോൾ 1 മോളിക്യൂൾ കൺവേർട്ട് ചെയ്തിട്ട് ബാക്കി ബൈ പ്രോഡക്റ്റുകളാണ് തരുന്നത്. റൈറ്റ്? ഇനി അടുത്ത എക്സാമ്പിൾ ഇതാ. നെക്സ്റ്റ് അടുത്ത ആൽക്കഹോളിക് മോളിക്യൂൾ എടുക്കാം. CH3CH2OH. ഇതിലേക്ക് Cl2 ബാർ റെഡ് ഫോസ്ഫറസ് ആഡ് ചെയ്യാം. Cl2 ആവണമെന്നില്ല, ഏതെങ്കിലും X2 ആയാൽ മതി, അഥവാ ക്ലോറിനോ ബ്രോമിനോ. സംഭവിക്കുന്നത് എന്തുതന്നെയാണ്, ഇതേപോലെ PCl3 ആയിട്ട് മാറും. എന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ നേരത്തെ ഇതേപോലത്തെ പ്രോഡക്റ്റ് കിട്ടും. ഏത്? CH3CH2X. ഇവിടെ എന്താണ് എടുക്കുന്നത്? ആ X അവിടെ കിട്ടും. ഓക്കെ. ഇനി ഒരു റിയാക്ഷനും കൂടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 റിയാക്ഷനും കൂടെ. ഇതാ CH3CH2OHലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് അല്ലെങ്കിൽ സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ്, ദാറ്റ് ഇസ് H3PO4 ഹൈലി കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി KOH ഇങ്ങോട്ട് പോകും. എന്നിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? CH3CH2I അയോഡോ ആൽക്കൈൻ കിട്ടി. ആൻഡ് ദ ലാസ്റ്റ് റിയാക്ഷൻ വീണ്ടും CH3CH2OHലേക്ക് മറ്റൊരു റിയേജൻ്റ് ആഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് തയോണൈൽ ക്ലോറൈഡ്. തയോണൈൽ ക്ലോറൈഡ്, ജന്തുവിൻ്റെ പേരെന്താ? തയോണൈൽ ക്ലോറൈഡ്. അപ്പോൾ നേരത്തെ അല്ല സാറേ സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞത്? ഇല്ല, നേരത്തെ പറഞ്ഞത് SO2Cl2 ആണ്. SO2Cl2ൻ്റെ പേര് സൾഫ്യൂറൈൽ ക്ലോറൈഡ്. ഇതാരാ? SOCl2 ആണ്. പേരെന്താ? തയോണൈൽ ക്ലോറൈഡ്. ഓക്കെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം വരിക നോക്കിക്കോളൂ. ഞാൻ ആ തയോണൈൽ ക്ലോറൈഡ് ഞാൻ ഇവിടെ വരക്കട്ടെ. ഇതാ SOCl2 അല്ലേ? SOCl2. ഇതാണ് SOCl2. ഈ SOCl2ൽ ഇതിങ്ങനെ അങ്ങോട്ട് ആരാണ്? HCl. ഇതിങ്ങനെ അങ്ങോട്ട് ആരാണ്? CH3CH2Cl. പിന്നെ ആരാ ഉള്ളത്? SO2. കിട്ടി. എന്തൊക്കെയാണ് പ്രോഡക്റ്റ്? CH3CH2Cl അല്ലേ? CH3CH2Cl. പിന്നെയോ ഇതാ SO2 അല്ലേ? പ്ലസ് SO2. പിന്നെ ആരാ ഉള്ളത്? HCl പ്ലസ് HCl. ഇതാണ് റിയാക്ഷൻ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്രോഡക്റ്റ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസാണ്, HClഉം ഗ്യാസാണ്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും ഈ പ്രോഡക്റ്റുകൾ പാറിപ്പോകും. ഗ്യാസ് അല്ലേ? ദ ഇവാപ്പറേറ്റ്സ് ഔട്ട് ലീവിങ് ദ പ്യൂർ പ്രോഡക്റ്റ്. അതുകൊണ്ട് ഈ റിയാക്ഷനിൽ ബൈ പ്രോഡക്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ വേറെ മെത്തേഡൊന്നും ഉപയോഗിക്കേണ്ടതില്ല. സാധാരണ ഒരു റിയാക്ഷൻ നടത്തുമ്പോഴുള്ള വെല്ലുവിളി എന്താണെന്നറിയോ? പ്രോഡക്റ്റിൻ്റെ കൂടെ ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ആ ബൈ പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇവിടെ അത് ഓട്ടോമാറ്റിക് സംഭവിച്ചുള്ളൂ ഇവാപ്പറേഷൻ വഴി. അതുകൊണ്ട് നമുക്ക് പ്യൂർ പ്രോഡക്റ്റ് ചിലവില്ലാതെ കിട്ടും. ദാറ്റ്സ് വൈ ദിസ് മെത്തേഡ് ഈസ് പ്രിഫേർഡ് ഓവർ അതർ മെത്തേഡ്. കണ്ട, വേറെ ഒരുപാട് മെത്തേഡ് നമ്മൾ പഠിച്ചില്ലേ? ഈ മെത്തേഡിനേക്കാളൊക്കെ പ്രിഫർ ചെയ്ത മെത്തേഡാണ് ഏത്? ഈ മെത്തേഡ്. അതുകൊണ്ട് എന്തുകൊണ്ട്? ഈ ബൈ പ്രോഡക്റ്റുകൾ ഗ്യാസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ദിസ് മെത്തേഡ് ഈസ് പ്രിഫേർഡ് ഓവർ അതർ മെത്തേഡ്. ഏത് മെത്തേഡ്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം തയോണൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ആൽക്കഹോൾ യൂസിങ് തയോണൈൽ ക്ലോറൈഡ് ഈസ് പ്രിഫേർഡ് ഓവർ അതർ മെത്തേഡ്. വൈ? Since the byproduct formed are gases, they evaporates out leaving pure product. So നമ്മൾ എത്ര എക്സാമ്പിൾ പഠിച്ചു? 1 2 3 4 5 6 7. ഓക്കെ. ഈ 7 മെത്തേഡിലും ആൽക്കഹോൾ ആയിരുന്നു റിയേജൻറ്റ്. ഉപയോഗിച്ച റിയാക്റ്റൻറ്റുകൾ ആരൊക്കെ? ഇവിടെ ഹൈഡ്രജൻ ഹാലൈഡ്, അത് HCl, HBr, HI എന്താവട്ടെ. പിന്നെ സോഡിയം ബ്രോമൈഡ്, ദെൻ PCl3, then PCl5, then Cl2 bar red phosphorus, then Ki, then SOCl2. ഇനി ഇവിടെയൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ. ഇപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് അല്ലേ? ടെർഷറി ആൽക്കഹോൾ കൊടുത്താൽ ആൽക്കൈൽ ഹാലൈഡിന് പകരം നമുക്ക് കിട്ടൽ ആൽക്കീൻ ആയിരിക്കും. അങ്ങനെ കുറച്ചും കൂടി ഡീപ്പ് ലെവലിലേക്ക് കുറച്ച് കാര്യങ്ങൾ സന്ദർഭോചിതമായിട്ട് പറയാൻ നമുക്കതൊക്കെ പിന്നീട് വരാനുണ്ട്. സോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ആൽക്കഹോൾ എന്ന 4ാമത്തെ ഹെഡിങ്ങും കഴിഞ്ഞു. ഓക്കെ. ഞാൻ ഇത് വെച്ച് 2 ചോദ്യം തരാം. അതിന് മുമ്പ് ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചില്ലേ? ഏത്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ആൽക്കഹോൾ യൂസിങ് തയോണൈൽ ക്ലോറൈഡ്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, അതിന് ബൈ പ്രോഡക്റ്റ് ഗ്യാസ് ആയതുകൊണ്ട് ആ റിയാക്ഷൻ മറ്റുള്ള റിയാക്ഷനേക്കാളും പ്രിഫർ ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം, ആ റിയാക്ഷൻ ഡാർസൻ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇൻ പ്രസൻസ് ഓഫ് പിരിഡിൻ,
ആ റിയാക്ഷൻ പീരീഡിൻ്റെ പ്രസൻസിലും പീരീഡിൻ്റെ ആബ്സെൻസിലും ചെയ്യാം. പീരീഡിൻ്റെ പ്രസൻസിൽ നടത്തുമ്പോൾ ആ റിയാക്ഷൻ്റെ പേരാണ് ഡാർസൻസ് റിയാക്ഷൻ. ഡാർസൻസ് റിയാക്ഷൻ. സോ ദ റിയാക്ഷൻ ഈസ് കോൾഡ് ഡാർസൻസ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചപ്പോഴും ടെക്നിക്കലായിട്ട് ഒരു ടേം ഇപ്പോൾ ആദ്യമായിട്ട് വരികയാണ്, ഡാർസൻസ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരാണെന്ത്? ഡാർസൻസ് റിയാക്ഷൻ. ഓക്കെ, ഇനി ലെറ്റ്സ് സോൾവ് ഔട്ട് സം എക്സാമ്പിൾസ്. നോക്കാം. സി ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതൊരു ആൽക്കഹോൾ. ഇതാ, ഇതിലേക്ക് SOCl2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇതൊരു ആൽക്കഹോൾ. ഇതിലേക്ക് HBr ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 ക്വസ്റ്റ്യൻ പോരെ? ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. CH3 CH2 OH ആക്കണ്ട, CH3 OH ആയിക്കോട്ടെ. ഇതിലേക്ക് PCl3 ആഡ് ചെയ്യാണ്. എന്താണ് ഉത്തരം കിട്ടുക? 3 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയട്ടെ. ഒന്നാമത്തിൻ്റെ ഉത്തരം ഇതേതാ റിയാക്ഷൻ? തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്ന റിയാക്ഷൻ. റിയാക്ഷൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഡാർസൻസ് റിയാക്ഷൻ. നോക്കാം, OH മാറി അങ്ങോട്ട് ക്ലോറിൻ വരും. ദ പ്രോഡക്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. പ്രോഡക്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. എങ്ങനെ? ഇതാ, ഇവിടെ ക്ലോറിൻ വന്നു. ദാറ്റ്സ് ഓൾ. ഇനി ഇവിടെ ആണെങ്കിലോ HBr ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡറി ഒക്കെ ആയതുകൊണ്ട് സിങ്ക് ക്ലോറൈഡ് ഇല്ലെങ്കിലും റിയാക്ഷൻ നടക്കും. ആൻഡ് വി ഗെറ്റ് ഇവിടെ ബ്രോമിൻ. ഇതാണെങ്കിലോ ഈ OH മാറിയിട്ട് അവിടെ ക്ലോറിൻ വരും. സോ CH3 CH2 CH3 ക്ലോറിൻ. ദീസ് ആർ ദ പ്രോഡക്റ്റ്. ഓക്കെ, സോ നാലാമത്തെ മെത്തേഡും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു പ്രിപ്പറേഷൻ പറയാൻ പോണത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. നേരത്തെ പറയാൻ ബാക്കി വെച്ചത് ദാറ്റ് ഈസ് 4th. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പറയാനുള്ളത് 5th വൺ അല്ലേ? ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. നമ്മളിപ്പോൾ ഇത് 4th ആവുള്ളൂ അല്ലേ? 4th ആയിക്കോട്ടെ. 4th ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കണത്രേ. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ആൽക്കൈൽ ഹാലൈഡ്. എവിടുന്ന്? ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന്. ഈസ് ഇറ്റ് പോസിബിൾ? യെസ്. നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഫ്ലൂറൈഡ് ഇല്ലേ? എന്തില്ലേ? ആൽക്കൈൽ ക്ലോറൈഡ് ഇല്ലേ? എന്ത്? ആൽക്കൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ അയോഡൈഡ്, ഇങ്ങനൊക്കെ കോമ്പൗണ്ടുകളുണ്ട്. സോ വി ക്യാൻ പ്രിപ്പയർ ആൽക്കൈൽ ഫ്ലൂറൈഡ്, ആൽക്കൈൽ അയോഡൈഡ് എക്സെട്ര ഫ്രം ആൽക്കൈൽ ക്ലോറൈഡ്, ബ്രോമൈഡ് എക്സെട്ര. That means we can prepare alkyl halide by exchanging another halide. എങ്ങനെ നോക്കാം. വെരി ഇൻട്രസ്റ്റിംഗ്. സി, നമ്മളടുത്ത് ഇതുവരെ പഠിച്ച പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ആൽക്കൈൽ ക്ലോറൈഡും ബ്രോമൈഡും സുലഭമായി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നോക്ക്, നമ്മൾ HCl HBr ആഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ്. ഹാലോജനേഷൻ Cl2 ബാർ UVയും Br2 ബാർ UV നല്ലോണം ചെയ്യാൻ പറ്റും. എന്നാൽ F2 ബാർ UV എക്സ്പ്ലോസീവ് ആണെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറൈഡും ബ്രോമൈഡും ഉണ്ടാക്കാൻ നല്ല മെത്തേഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാനും അയോഡൈഡ് ഉണ്ടാക്കാനും അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയാമോ? നമ്മുടെ കയ്യിലുള്ള സുലഭമായിട്ടുള്ള ക്ലോറൈഡിനെയും ബ്രോമൈഡിനെയും സുലഭമല്ലാത്ത ഫ്ലൂറൈഡും അയോഡൈഡാക്കി മാറ്റാൻ പോവാണ്. ഫസ്റ്റ് വൺ, ആദ്യം ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്താലോ? ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറിൻ. പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിയാക്ഷൻ്റെ പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ ഫോർ ഫ്ലൂറോ ആൽക്കെയിൻ. സ്വാർട്സ് റിയാക്ഷൻ ഫോർ ഫ്ലൂറോ ആൽക്കെയിൻ. സ്വാർട്സ് റിയാക്ഷൻ ഫോർ ഫ്ലൂറോ ആൽക്കെയിൻ. നോക്കണേ, ഏതാണ് ഫ്ലൂറോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണിത്? സ്വാർട്സ് റിയാക്ഷൻ. ഒന്ന് പറഞ്ഞു നോക്കൂ, സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാനൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കണമല്ലോ. CH3CH2X, വേർ X ഈക്വൽസ് ആരായിരിക്കണം? നമ്മുടെ കയ്യിൽ സുലഭമായിട്ടുള്ള ക്ലോറൈഡോ ബ്രോമൈഡോ ആയിരിക്കണം. സോ ആൽക്കൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ ബ്രോമൈഡോ.
ഇതിനെ ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോണത് ഇതിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് മെറ്റാലിക് ഫ്ലൂറൈഡിലേക്ക് AgF ആഡ് ചെയ്താൽ മതി. എന്നാൽ എന്താ സംഭവിക്കണതൊന്നുമില്ല. ഈ AgX ഇങ്ങനെ പുറത്തേക്ക് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? CH3 CH2 F ഉണ്ടാവും. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? ഈ ക്ലോറൈഡിനെ ബ്രോമൈഡിനെ കണ്ട ഈ രണ്ടാൽ ഒരാളെ മാറ്റിയിട്ട് അങ്ങോട്ട് ആര് വന്നു? ഫ്ലൂറിൻ വന്നു. ഈ റിയാക്ഷനെ നമുക്ക് ജനറലായിട്ട് എന്ത് വിളിക്കാം? അപ്പോൾ ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് വിളിക്കാം. ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ്. എന്തുകൊണ്ട്? ഒരു ഹാലോജനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് ആര് വന്നു? മറ്റൊരു ഹാലോജൻ വന്നു. അത് ഫ്ലൂറിനാണ് വന്നതെങ്കിൽ ആ റിയാക്ഷൻ്റെ പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. സോ സ്വാർട്സ് റിയാക്ഷൻ എന്നാൽ എന്ത്? വെൻ ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡ്, ആൽക്കൈൽ ഫ്ലൂറൈഡ് ഈസ് ഫോംഡ്. സി കണ്ട, ഇതൊരു എക്സാമ്പിൾ. ഞാൻ മറ്റൊരു എക്സാമ്പിളും കൂടെ ചെയ്തിട്ട്, നമ്മുടെ അടുത്തൊരു ആൽക്കൈൽ ബ്രോമൈഡ് ഉണ്ട് എന്നിരിക്കട്ടെ. ഇതിലേക്ക് Hg2F2 എന്ന മറ്റൊരു മെറ്റാലിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. എന്താ ഉണ്ടാവുക? ഈ Hg2Br2 പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ആ ബ്രോമിൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഫ്ലൂറിൻ കിട്ടും. ദ റിയാക്ഷൻ ഈസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് സ്വാർട്സ് റിയാക്ഷൻ? പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കടിച്ചു തൂങ്ങണത്. വെൻ ആൽക്കൈൽ ഫ്ലൂറൈഡ് ഓർ ബ്രോമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡിലേക്ക് AgF ഓർ Hg2F2 ഓർ COF3 ഏതെങ്കിലും മെറ്റാലിക് ഫ്ലൂറൈഡുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക എന്നറിയാമോ? ആ ഫ്ലൂറിൻ വന്നിട്ട് ആൽക്കൈൽ ക്ലോറൈഡിലെ ക്ലോറിനെ അല്ലെങ്കിൽ ബ്രോമൈഡിലെ ബ്രോമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ സ്വാർട്സ് റിയാക്ഷൻ മാറണ്ട. വാട്ട് ഈസ് സ്വാർട്സ് റിയാക്ഷൻ? When alkyl halide, that is when alkyl chloride or bromide is treated with metallic fluorides like AgF, alkyl fluoride is formed. So നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കുറവ് അളവിലുള്ള ആൽക്കൈൽ ഫ്ലൂറൈഡും അയോഡൈഡുമാണ്. അതിൽ ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ കൂടുതലുള്ള ആൽക്കൈൽ എന്ത് വെച്ചിട്ടാണ്? ക്ലോറൈഡും ബ്രോമൈഡും വെച്ചിട്ടാണ്. സോ ഇപ്പോൾ ഒരെണ്ണം സെറ്റായി അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആൽക്കൈൽ അയോഡൈഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ആൽക്കൈൽ അയോഡൈഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? കണ്ടോളൂ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഫോർ അയോഡോ ആൽക്കെയിൻ. സോ നോക്ക്, ആ പേരെന്ന് പറഞ്ഞു നോക്ക്. ഫിംഗൽസ്റ്റെയിൻ പറഞ്ഞിട്ട് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. നോക്കൂ, we have already studied about Schwarz reaction. Now we have Finkelstein reaction. Both are used to prepare alkyl halide. One is used to prepare fluoroalkane and the Finkelstein is used to prepare iodoalkane. And don't get confused that Finkelstein അങ്ങനെ ഓർക്കരുത്. ഫിംഗൽസ്റ്റെയിൻ ഫ്ലൂറോആൽക്കെയിൻ അല്ല എന്നാണ് ഓർമ്മ വരേണ്ടത്. ഫിംഗൽസ്റ്റെയിന് അയോഡോആൽക്കെയിൻ, സ്വാർട്സ് ഫ്ലൂറോആൽക്കെയിൻ. മാറുമോ? ഇദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ ഓർക്ക് എളുപ്പമായിരുന്നല്ലേ? ഈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഇതാണ്. സോ ഇനി വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണാൻ പഠിക്കാൻ ഫിംഗൽസ്റ്റെയിൻ അയോഡോആൽക്കെയിൻ, സ്വാർട്സ് ഫ്ലൂറോആൽക്കെയിൻ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏകദേശം റിയാക്ഷൻ്റെ പിക്ചർ ഉണ്ട്. കാരണം സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആരെ ആവാൻ പാടുള്ളൂ? ആൽക്കൈൽ ക്ലോറൈഡോ ബ്രോമൈഡോ ആവാൻ പാടുള്ളൂ. ഞാൻ ഇങ്ങനെ കൊടുത്തു, വേറെ എക്സ് സ്റ്റാൻഡ്സ് ഫോർ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. ഇതിലേക്ക് ആരെയാണ് ആഡ് ചെയ്യാൻ പോണത്? സോറി, എന്താ കിട്ടേണ്ടത്? ആൽക്കെയിൻ, അയോഡോ ആൽക്കെയിൻ കിട്ടണം. എന്ന് പറഞ്ഞാൽ ഈ ക്ലോറിൻ മാറിയിട്ട് അവിടെ അയോഡിൻ വരണം. അപ്പം നമുക്കിപ്പോൾ ആകെ ഒരു പഞ്ഞുള്ളത് എന്താണ്? ഇവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അയോഡിനുള്ളൊരു കോമ്പൗണ്ട് ആഡ് ചെയ്യണ്ടേ? നായിന് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് സോഡിയം അയോഡൈഡ് ആഡ് ചെയ്താൽ മതി കേട്ടോ. സോഡിയം അയോഡൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങോട്ട് NaX പോകും. ബാക്കി എന്താ ഉള്ളത്? CH3 CH2 this is one. Okay, this one is obtained and this particular reaction is called the Finkelstein reaction. പക്ഷേ ഈ റിയാക്ഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആരുണ്ടാവും? അപ്പോൾ
NaX, that is NaCl or Br. ഇതുമായി റിയാക്ട് ചെയ്തിട്ട് ഇതന്നെ കിട്ടും. അതുകൊണ്ട് ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ് എന്നർത്ഥം. ഈ റിവേഴ്സിബിലിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിയാക്ഷൻ നടത്തേണ്ടത് ഡ്രൈ അസറ്റോൺ എന്ന സോൾവെൻറ്റിൻ്റെ പ്രസൻസിലാണ്. ഡ്രൈ അസറ്റോൺ സോൾവെൻറ്റിൻ്റെ പ്രസൻസിലാണ് നടത്തേണ്ടത്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡ്രൈ അസറ്റോൺ? ഇറ്റ് ചെക്ക് ദ റിവേഴ്സിബിലിറ്റി. ചെക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, റിവേഴ്സിബിലിറ്റി സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ഈ NaCl ആണെങ്കിലും NaBr ആണെങ്കിലും ഇതിൽ ഇൻസൊലുബിൾ ആണ്. എന്നാൽ NaI സൊലുബിൾ ആണ്. സൊലുബിൾ ആണെങ്കിലല്ലേ Na+I- ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോഴല്ലേ റിയാക്ട് ചെയ്യാൻ പോവുള്ളൂ. സൊലുബിൾ അല്ലെങ്കിൽ NaCl ആയിട്ട് സൈഡിൽ അങ്ങനെ കിടക്കും, റിയാക്ട് ചെയ്യാൻ പോകാൻ കഴിയില്ല. അത് ഡംപ് ചെയ്തിട്ടുണ്ടാവും, സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. സോ നോ മോർ റിയാക്ഷൻ വിൽ ബി ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. Therefore we are using dry acetone as solvent or catalyst in this reaction. Okay, ഇത് ഈ സോൾവെൻറ്റിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടത്തുക. റൈറ്റ്. നെക്സ്റ്റ്, സോ വൺ മോർ ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആൽക്കൈൽ ബ്രോമൈഡ് എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ നമുക്ക് സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യാം. ഈ പറഞ്ഞ മാതിരി NaI പോയി, ബാക്കി എന്താ ഉണ്ടാവുക? ആ ബ്രോമിനെ മാറ്റിയ സ്ഥാനത്തേക്ക് അയോഡൈൻ വരും. ദിസ് ഈസ് കോൾഡ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. സോ ഏതായിരുന്നു ഫ്ലൂറോ ആൽക്കിൻ പ്രിപ്പയർ ചെയ്യാനുള്ള റിയാക്ഷൻ? സ്വാർട്സ് റിയാക്ഷൻ. ഏതായിരുന്നു അയോഡോ ആൽക്കിൻ പ്രിപ്പയർ ചെയ്യാനുള്ള റിയാക്ഷൻ? ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. എന്തായിരുന്നു ഡാർസൻസ് റിയാക്ഷൻ? ആൽക്കഹോളിലേക്ക് തയോണൈൽ ക്ലോറൈഡ് അഥവാ SOCl2 ആഡ് ചെയ്തിട്ട് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ്റെ പേരാണ് ഡാർസൻസ് റിയാക്ഷൻ. ഡാർസൻ റിയാക്ഷൻ നടത്തുന്നത് പിരിഡിൻ എന്ന റിയേജൻറ്റിൻ്റെ പ്രസൻസിലാണ്, അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. സോ ഇതോടെ നമ്മൾ നാലാമത്തെ മെത്തേഡും കഴിഞ്ഞു. വി ഹാവ് വൺ മോർ മെത്തേഡ് ദാറ്റ് ഈസ് നോട്ട് ഇൻ NCERT ബുക്ക് ബട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർ എൻട്രൻസ് ടോപ്പിക്, ഫിഫ്ത്ത് വൺ, ദാറ്റ് ഈസ് ഹൻസ്-ഡേക്കർ സിന്തസിസ്. ഹൻസ്-ഡേക്കർ സിന്തസിസ് എന്താ നോക്കാം. ഇത് സിമ്പിളാണ്. NCERT ഇല്ലാത്തതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സി, കാർബോക്സിലിക് ആസിഡിൻ്റെ സിൽവർ സോൾട്ട്, ഫോർ എൻ എക്സാമ്പിൾ CH3, CH2, COOAG, ഇതിലേക്ക് സിമ്പിളായിട്ട് ബ്രോമിൻ ആഡ് ചെയ്യാം. സാധാരണ ബ്രോമിൻ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സോൾവെൻ്റ് ആയിട്ട് CCl4 എടുക്കും. ബ്രോമിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാമോ? ആ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി ഇവിടുന്ന് ഒരു AgBr ഇങ്ങനെ പോവും. എന്താ പോവുക? AgBr പോവും. ബാക്കി എന്താ? മോർ ഓവർ ഒരു CO2 കൂടെ പോവും. CO2 പോയാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? RBr, പിന്നെ CO2 ഉണ്ട്, പിന്നെയോ AgBr ഉണ്ട്. കഴിഞ്ഞു. ഇവിടെയോ ഇവിടെ എന്താ ഉത്തരം? CH3 CH2Br പ്ലസ് CO2 പ്ലസ് AgBr. ഇതാണ് ഉത്തരം. കിട്ടിയ? ഈ റിയാക്ഷൻ്റെ പേരാണ് ഹൻസ്-ഡേക്കർ സിന്തസിസ്. ഇതാ മറ്റൊരു എക്സാമ്പിൾ കാണിക്കട്ടെ. ഇതിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്തു, സോൾവെൻറ്റ് CCl4 അല്ലെങ്കിൽ CS2 എന്താവട്ടെ, അതങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉത്തരം കിട്ടുക ഈ നേരിട്ട് അതിലേക്ക് ബ്രോമിൻ വന്നിട്ട് കണ്ട CO2 പോകും, ഒരു AgBrഉം പോകും, ബാക്കി അതുണ്ടാവുക. ഈ റിയാക്ഷൻ്റെ പേരാണ് ഹൻസ്-ഡേക്കർ സിന്തസിസ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ I2 ഗ്രേറ്റർ ദാൻ Br2 ഗ്രേറ്റർ ദാൻ Cl2 ഗ്രേറ്റർ ദാൻ F2 എന്നാണ്. പക്ഷേ I2 ഉപയോഗിക്കുമ്പോൾ എസ്റ്ററാണ് മാറുക, എസ്റ്ററാണ് കിട്ടുക. ഈ റിയാക്ഷൻ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഇൻറ്റേർണലി നടന്നിട്ട് പിന്നെ അവിടെ രണ്ടും കൂടി ചേർന്നിട്ട് എസ്റ്ററാണ് കിട്ടുക. ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് സിമോണിനി റിയാക്ഷൻ. അത്ര മതി, സിമോണിനി. കൂടുതലൊന്നും വേണ്ട, പരീക്ഷ ചോദിക്കൂല കേട്ടോ. എൻട്രൻസ് ലെവലിലേക്ക് ഓപ്ഷനിൽ കണ്ടാൽ ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്, കാണാൻ പഠിക്കേണ്ട. ഇതിൽ ബ്രോമിനേഷനാണ് ശരിക്കും ആപ്റ്റ്. ക്ലോറിനേഷൻ എത്തുമ്പോൾ ഈൽഡ് വളരെ കുറയും, ഫ്ലൂറിനേഷൻ പ്രോഡക്റ്റ് ഇല്ലാത്ത രീതിയിലാണ്. സോ ബെസ്റ്റ് ഈൽഡ് ഓഫ് ബ്രോമൈഡ് കിട്ടാൻ ഹൻസ്-ഡേക്കർ മെത്തേഡ് ഈസ് ഗുഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഇതുവരേക്കും നമ്മൾ പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആയിരുന്നു. ഒന്ന് ഫ്രം ആൽക്കെയിൻ ബൈ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ട് ഫ്രം ആൽക്കീൻ ബൈ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ, മൂന്ന് ഫ്രം ആൽക്കഹോൾ അല്ലേ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, 4 ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ബൈ ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ്, 5 ഫ്രം ഹൻസ്-ഡേക്കർ സിന്തസിസ്. ഓർമ്മയുണ്ടോ? ഒക്കെ നോട്ട് എൻ്റെ കൂടെ അങ്ങനെ എഴുതിയെടുത്ത് പോവുക. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിക്കോ ബാക്കി ബാക്കിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സെറ്റാണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അരൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം.
ഇനി അരൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് പറയാനുള്ളത്. ജസ്റ്റ് 2 മെത്തേഡ് NCERT പറഞ്ഞിട്ടുള്ളൂ. ഒരു മെത്തേഡ് നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാം. ഏതാണ്? ഫസ്റ്റ് വൺ, ഫ്രം ബെൻസീൻ. ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഇതാണ് ബെൻസീൻ. ബെൻസീനെ നമുക്ക് എങ്ങനെയാണ് ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഒക്കെ ആക്കാൻ പറ്റുക? ഇതിലേക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ പോരെ? ദാറ്റ് ഈസ് Cl2 ബാർ FeCl3. ഓർമ്മയുണ്ടോ? അപ്പോൾ വന്നിട്ട് ഈ ക്ലോറിൻ ഹൈഡ്രജനെ മാറ്റി വരും. റിയാക്ഷൻ്റെ പേര് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക്, ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത് ക്ലോറോണിയം അയോൺ അഥവാ Cl+ ആണ്. മനസ്സിലായോ? ഫസ്റ്റ് ഇയർ ഭാഗത്തുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ഈ ഒരു പാർട്ട് എല്ലാ ഓർഗാനിക് ചാപ്റ്ററിൽ വരുന്നതുകൊണ്ട് ശരിയായിക്കോളും. ഇനി ഞാൻ ബ്രോമിനേഷൻ നടത്താന്നിരിക്കട്ടെ. ബ്രോമിൻ ബാർ FeBr3 അല്ലെങ്കിൽ FeCl3 തന്നെ മതി. അപ്പോൾ എന്താ ഉണ്ടാവുക? ഹൈഡ്രജൻ മാറ്റിയിട്ട് അങ്ങോട്ട് ബ്രോമിൻ വരും. ആരാ ഇലക്ട്രോഫൈല്? ബ്രോമോണിയം അയോൺ. കണ്ട? ഇനി അയോഡിനേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ I2 ബാർ HiO4, ദാറ്റ് ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ തടയാൻ വേണ്ടി ഓക്സിഡൈസിങ് ഏജൻറ്റ്. എന്താ കിട്ടുക അപ്പോൾ? അയോഡോബെൻസീൻ കിട്ടും. ആരാ ഇലക്ട്രോഫൈല്? അയോഡോണിയം അയോൺ. കണ്ട? ഇത്രേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴി ആൽക്കൈൽ ഹാലൈഡിനെ അരൈൽ ഹാലൈഡിനെ ഹാലോബെൻസീൻ അഥവാ അരൈൽ ഹാലൈഡ് ആക്കാനുള്ള മെത്തേഡുകൾ. കുഴപ്പമില്ലല്ലോ, എളുപ്പമാണ്. ഇനി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റിംഗ് എഫക്റ്റ് ഓഫ് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ് എന്താണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ് ഓൺ ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പോൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. അതിലേക്ക് നമ്മൾ ഇതേപോലെ Cl2 ബാർ FeCl3 അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി AlCl3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ പോയിട്ട് എവിടെയെങ്കിലും പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഈ മീഥൈൽ എന്നുള്ളത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഇതിൻ്റെ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ പോകാൻ പാടുള്ളൂ. എങ്ങനെ ഉണ്ടാവും? ഞാൻ ആ മീഥൈൽ ബെൻസീൻ അഥവാ ടൊളുവിൻ അതേപോലെ വരച്ചു. അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ വന്നിട്ട് ക്ലോറിൻ അറ്റാക്ക് ചെയ്യുക. അതല്ലെങ്കിൽ അതിൻ്റെ പാരാ പൊസിഷനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. കണ്ട? ഒന്നുകിൽ ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ പാരാ പൊസിഷൻ, രണ്ടും കിട്ടും. മേജർ പാര ആയിരിക്കും, കാരണം റിപ്പൾഷൻ കുറവായതുകൊണ്ട്. ഇങ്ങനെ നമുക്ക് അരൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാം. ഇതാണ്ട് അരൈൽ ഹാലൈഡ് ഇവിടെയും കിട്ടി, ഇവിടെ കിട്ടിയില്ലേ? ഇതാണ് ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അരൈൽ ഹാലൈഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോയാലോ? രണ്ടാമത്തെ മെത്തേഡാണ് ബൈ അല്ലെങ്കിൽ ഫ്രം ഡയസോണിയം സോൾട്ട്. ഡയസോണിയം സോൾട്ടിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഡു യു നോ വാട്ട് ഈസ് ഡയസോണിയം സോൾട്ട്? നോ, കാരണം ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടില്ല. ഡയസോണിയം സോൾട്ട് എന്താണെന്ന് ഞാൻ പറയാം ആദ്യം, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് NaClൻ്റെ പേരെന്താ? സോഡിയം ക്ലോറൈഡ്. ഇതിൻ്റെ പേരോ? അമോണിയം ബ്രോമൈഡ്. ഇവിടെ നമുക്കൊരു ചിത്രം കിട്ടിയ എന്താണെന്നറിയാമോ? അതേപോലെ ഇതിൻ്റെ പേരെന്താ? ഹൈഡ്രോണിയം അയോൺ. അഥവാ പോസിറ്റീവ് ചാർജ്ഡ് സ്പീഷീസിൻ്റെ പേരാണ് ഓണിയം അയോൺ. ക്ലോറോണിയം നേരത്തെ പറഞ്ഞു, അമോണിയം, ഹൈഡ്രോണിയം അല്ലേ, ബ്രോമോണിയം, സൾഫോണിയം, നൈട്രോണിയം. ഓക്കെ, ഇതിൻ്റെ പേരെന്ത് ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡ്. ഇതോ ബ്രോമൈഡ്. കണ്ട? ഇതോ ഫ്ലൂറൈഡ്. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അങ്ങനെ വിളിക്കുക. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചറിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ പറയുന്ന പേരാണ് ഡയസോണിയം സോൾട്ട്. നോക്കിക്കോളൂ. നൈട്രജനെ പറയുന്ന പേരാണ് അസ, ഓക്സിജനെ പറയുന്ന പേരാണ് ഓക്സ, സെലീനിയത്തെ പറയുന്ന പേരാണ് സെലീന. ഇത് രണ്ടെണ്ണം വന്നാൽ ഡയസ, ഇത് ഡൈ ഓക്സ, ഡൈ സെലീന, ഡൈ തയ. സൾഫർ ആകുമ്പോൾ തയ എന്ന് പറയും. ഇതിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഓണിയം എന്ന് വരൂലേ? ഇതിൻ്റെ പേരെന്തായി? ഡൈ അസോണിയം, ഡൈ ഓക്സോണിയം, ഡൈ തയോണിയം, ഡൈ സെലിനോണിയം. ഓക്കെ, ഇവിടെ ക്ലോറിൻ ഉണ്ടെങ്കിലോ ഡയസോണിയം ക്ലോറൈഡ്. ഇപ്പുറത്തൊരു ബെൻസീൻ വന്നിരുന്നെങ്കിലോ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതാണ് ഇവിടുത്തെ നമ്മുടെ കക്ഷി. ഏത്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. സോ ദിസ് ഈസ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതേപോലെ നമുക്ക് ബെൻസീൻ ഡയസോണിയം ബ്രോമൈഡ് ഒക്കെ ഉണ്ട്. കണ്ട?
അല്ലെങ്കിൽ ഇത് സോൾട്ട് ആയതുകൊണ്ട് ഡയസോണിയം സോൾട്ട് എന്ന് ജനറലായിട്ട് പറയും. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഫസ്റ്റ് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നോമൻക്ലേച്ചർ പാർട്ടിൽ മാത്രം പരിചയപ്പെട്ടിട്ടുള്ള അനിലിൻ എന്ന ജന്തുവിനെയാണ് ആവശ്യം. ആര്? അനിലിൻ. ബെൻസീൻ്റെ മേലെ NH2 ഗ്രൂപ്പുള്ള മോളിക്യൂളിൻ്റെ പേരാണ് അനിലിൻ. ഈ അനിലിനിലേക്ക് സോഡിയം നൈട്രൈറ്റിനെ HXൻ്റെ പ്രസൻസിൽ ലോ ടെമ്പറേച്ചറിൽ അഥവാ 5 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഐസ് കോൾഡ് കണ്ടീഷൻ എന്നൊക്കെ പറയാം റിയാക്ട് ചെയ്യിച്ചാൽ ആ NH2 മാറിയിട്ട് അവിടെ ഈ പറഞ്ഞ മാതിരി N2+ഉം X- വരും. ആ എക്സ് ഈ എക്സിനനുസരിച്ചിരിക്കും. ഈ സാധനത്തിൻ്റെ പേരാണ് ഡയസോണിയം സോൾട്ട് അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. കിട്ടിയ എന്താണ്? അനിലിനിലേക്ക് സോഡിയം നൈട്രൈറ്റിനെ HX അല്ലെങ്കിൽ സോഡിയം നൈട്രൈറ്റ് ബാർ HX ഹൈഡ്രോഹാലിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ ബ്രോമിക് ആസിഡ് ഏതോ ആയിക്കോട്ടെ, <5 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയസോണിയം സോൾട്ട് കിട്ടും. ഇതിലിപ്പോൾ ഈ റിയാക്ഷനിൽ അവിടെ പ്രിപ്പയർ ആവുന്നത് നൈട്രസ് ആസിഡാണ്. അപ്പോൾ നേരിട്ട് അനിലിനിലേക്ക് നൈട്രസ് ആസിഡ് ആഡ് ചെയ്യുന്ന റിയാക്ഷൻ കാണിച്ചാലും പ്രോഡക്റ്റ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹൗ ക്യാൻ യു പ്രിപ്പയർ ഡയസോണിയം സോൾട്ട് ഫ്രം അനിലിൻ ബൈ ട്രീറ്റിംഗ് വിത്ത് നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ മതി. അറ്റ് വെരി ലെസ് ടെമ്പറേച്ചർ അഥവാ ഐസ് കോൾഡ് കണ്ടീഷൻ. ഈ റിയാക്ഷനെ ഡയസോട്ടൈസേഷൻ എന്ന് വിളിക്കും. ഇത് അമീൻസ് എന്ന ചാപ്റ്ററിൽ ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിക്കാനുണ്ട്. സോ നോ പ്രോബ്ലം, ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡയസോണിയം സോൾട്ട് ഉണ്ടല്ലോ. ഈ ഡയസോണിയം സോൾട്ടിൽ നിന്നും നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോവാണ്? അരൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കിക്കോളൂ. ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. ഇതിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ CuCl ബാർ HCl അല്ലെങ്കിൽ Cu2Cl2, ഇത് കുപ്രസ് ഹാലൈഡാണ്. ഇത് ഡൈമറായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് Cu2Cl2 ബാർ HCl എന്ന് പറയാം, അല്ലെങ്കിൽ CuCl ബാർ HCl. എന്താ കിട്ടുകയെന്നറിയോ? ഈ N2 അവിടെ നിന്ന് മാറിയിട്ട് അവിടെ ക്ലോറിൻ കിട്ടും. ഇനി അതേ സ്ഥാനത്ത് നോക്കിക്കോ, ഞാൻ ബെൻസീൻ ഡയസോണിയം സോൾട്ട് ഇനിയും വരക്കട്ടെ. ഇതിലേക്ക് CuBr ബാർ HBr ആഡ് ചെയ്താലോ അല്ലെങ്കിൽ Cu2Br2 ആഡ് ചെയ്താലോ അവിടെ മാറി ബ്രോമിൻ കിട്ടും. കണ്ട, ഈ രണ്ട് റിയാക്ഷൻ്റെ പേരാണ് സാൻമെയേഴ്സ് റിയാക്ഷൻ. വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് കോൾഡ് സാൻമെയേഴ്സ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ പേരെന്താ? സാൻമെയേഴ്സ് റിയാക്ഷൻ. പറഞ്ഞു നോക്ക്, സാൻമെയേഴ്സ് റിയാക്ഷൻ. നോക്കണേ, ആദ്യം ഡാർജൻസ് റിയാക്ഷൻ കണ്ടു, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ആൽക്കഹോൾ യൂസിങ് തയോണൈൽ ക്ലോറൈഡ്. പിന്നെ സ്വാർട്സ് റിയാക്ഷൻ കണ്ടു, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ് യൂസിങ് ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് ഇൻ പ്രസൻസ് ഓഫ് AgF. ദെൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ കണ്ടു, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ അയോഡൈഡ് യൂസിങ് സോഡിയം അയോഡൈഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ്. ഇപ്പോൾ ദാ വന്നിരിക്കുന്നു ആര്? സാൻമെയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഡയസോണിയം സോൾട്ട് എടുക്കാം. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെറും Cu ഇൻ പ്രസൻസ് ഓഫ് HCl. അപ്പോഴും കിട്ടും ക്ലോറോബെൻസീൻ. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ അതേ റിയേജൻറ്റിലേക്ക് വെറും Cuവിനെ HBrൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യുന്നു, അഥവാ കോപ്പർ പൗഡറാണ് ഉപയോഗിക്കുക. അപ്പോഴും കിട്ടും നമുക്ക് ഇതേപോലത്തെ പ്രോഡക്റ്റ് ബ്രോമോബെൻസീൻ. ഇതും റിയാക്ഷൻ തന്നെയാണ്, മോഡിഫൈഡ് സാൻമെയേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ്റെ പേരാണ് ഗാട്ടർമാൻ റിയാക്ഷൻ. ഈ രണ്ട് റിയാക്ഷനും അമീൻസുമായിട്ടും അല്ലെങ്കിൽ ഡയസോണിയം സോൾട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അമീൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ റിയാക്ഷനൊക്കെ പഠിക്കും. എന്തെളുപ്പാണ്, ഒരു റിയാക്ഷൻ നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ അത് 2ഉം 3ഉം തവണകളിൽ ഉപയോഗിക്കാനുണ്ടാവും. അതുകൊണ്ട് ചാപ്റ്ററിൻ്റെ എണ്ണത്തിൽ സെക്കൻഡ് ഇയറിൽ മെയിനായിട്ട് 4 ഓർഗാനിക് ചാപ്റ്റർ ഉണ്ടെങ്കിലും ഒരു 3 അല്ലെങ്കിൽ 2 ചാപ്റ്ററിനുള്ളതേ പഠിക്കാനുള്ളൂ. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ, ഞാനിപ്പോൾ ഒരുപാട് ബേസിക് കാര്യങ്ങളിലൂടെയാണ് ചാപ്റ്റർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ടൈം എടുത്ത് മെനക്കെട്ട് പഠിക്കാം. ബാക്കി ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിൻ്റെ കൂടെ അങ്ങനെ പഠിഞ്ഞു പോയിക്കോളൂ. റൈറ്റ്? സോ ഡയസോണിയം സോൾട്ട് ഉപയോഗിച്ചിട്ടുള്ള അരൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. ആദ്യം സാൻമെയേഴ്സ് റിയാക്ഷൻ കണ്ടു, ദെൻ ഗാട്ടർമാൻ റിയാക്ഷൻ കണ്ടു. ഇനി അടുത്ത റിയാക്ഷനിലേക്ക് നോക്കാം. വീണ്ടും നമ്മുടെ അടുത്ത് ഈ പറയപ്പെട്ട പോലെ ഡയസോണിയം സോൾട്ട് ഉണ്ട്. ഡയസോണിയം സോൾട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ
HbF4 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റിനെ ഹീറ്റ് ചെയ്തു. ആദ്യം HbF4 കിട്ടി, ആ പ്രോഡക്റ്റിന് ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടില്ല എന്താണെന്നറിയാമോ? അപ്പോൾ കിട്ടുന്ന സാധനം ഫ്ലൂറോബെൻസീനാണ്. ഈ റിയാക്ഷൻ്റെ പേരാണ് ബോൾസ്-ഷെയ്മാൻ റിയാക്ഷൻ. ബോൾസ്-ഷെയ്മാൻ റിയാക്ഷൻ. റിയാക്ഷൻ്റെ പേരെന്താ? ബോൾസ്-ഷെയ്മാൻ റിയാക്ഷൻ. ഇനി ഒരൊറ്റ മെത്തേഡും കൂടി ഇതേ റിയാക്റ്റൻറ്റിൽ നിന്നുണ്ട്. ദാറ്റ് ഈസ് ഇതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടും പ്രോഡക്റ്റ്. കിട്ടുന്ന പ്രോഡക്റ്റ് അയഡോബെൻസീനാണ്. ഇതിന് പ്രത്യേക പേരില്ല. ഓക്കെ, സോ വി ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് അരൈൽ ഹാലൈഡ് ഫ്രം ഡയസോണിയം സോൾട്ട്. ഡയസോണിയം സോൾട്ടിലേക്ക് കോപ്പർ ക്ലോറൈഡ്, കുപ്രസ് ക്ലോറൈഡിന് HClൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ കുപ്രസ് ബ്രോമൈഡിന് HBrൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്താൽ ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും കിട്ടും. റിയാക്ഷൻ്റെ പേരാണ് സാൻമേയേഴ്സ് റിയാക്ഷൻ. ഇനി അതേ സ്ഥാനത്ത് സാൻമേയേഴ്സ് റിയാക്ഷൻ. അതേ സ്ഥാനത്ത് കോപ്പർ പൗഡറാണ് ഉപയോഗിച്ചത് ഇൻ പ്രസൻസ് ഓഫ് കുപ്രസ് ക്ലോറൈഡ് എങ്കിൽ ദ റിയാക്ഷൻ നെയിം ഈസ് കോൾഡ് ഗാട്ടർമാൻ റിയാക്ഷൻ. പ്രോഡക്റ്റ് ഒബ്സർവേഷൻ സെയിം ആണ്, പക്ഷേ ഈൽഡ് കുറവായിരിക്കും കേട്ടോ. ഇവിടെയാണ് ഈൽഡ് കൂടുക, ഇവിടെ ഈൽഡ് കുറവായിരിക്കും. എവിടെ? ഗാട്ടർമാനിൽ. ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ്റെ പേരാണ് ബോൾസ്-ഷെയ്മാൻ റിയാക്ഷൻ ഫോർ ഗെറ്റിംഗ് ഫ്ലൂറോബെൻസീൻ. അവിടെ നമ്മൾ HbF4 അഥവാ ഫ്ലൂറോബോറിക് ആസിഡ് ആണ് ഉപയോഗിക്കുക. എന്തുട്ട്? ഫ്ലൂറോബോറിക് ആസിഡ്. ദെൻ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അയോഡോബെൻസീൻ കിട്ടും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് അരൈൽ ഹാലൈഡ്. ഒന്നാമത്തെ മെത്തേഡ് എന്തായിരുന്നു? ഒന്നാമത്തെ മെത്തേഡ് നേരിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. രണ്ടാമത്തെ മെത്തേഡ് ഡയസോണിയം സോൾട്ട് ഉപയോഗിച്ച്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഡയറക്റ്റ് അല്ല, NCERT-യിൽ ഇല്ല. അതിൻ്റെ പേരാണ് റാസ്ജിക് പ്രോസസ്. മൂന്നാമത്തെ മെത്തേഡിൻ്റെ പേരാണ് റാസ്ജിക് പ്രോസസ്. ഇനി അരൈൽ ഹാലൈഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെത്തേഡാണ് റാസ്ജിക് പ്രോസസ്സ്. നമുക്ക് നോക്കാം. NCERT ബുക്കിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെത്തേഡിൽ ബെൻസീനെ നമ്മൾ എന്ത് ചെയ്യാണ്? HCl-ഉമായിട്ട് എയറിൻ്റെ ഓക്സിഡേഷൻ നടത്താൻ പോവാണ്. എയറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. CuCl2 കാറ്റലിസ്റ്റ് ആയിട്ട് 500 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിൽ. അപ്പോൾ എന്താ ഉണ്ടാവുക? ആ ക്ലോറിൻ്റെ മേലെ കയറി വരും. അവിടെ ഹൈഡ്രജനെ മാറ്റും. ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് ഇവിടുത്തെ ഹൈഡ്രജനും ചേർന്നിട്ട് H2 ആയിട്ട് മാറും. സോ ക്ലോറോബെൻസീൻ കിട്ടി. ഈ മെത്തേഡിൻ്റെ പേരെന്താ? റാസ്ജിക് പ്രോസസ്. ഇമ്പോർട്ടൻ്റ് അല്ല. ഇതോടുകൂടി അരൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. സോ അരൈൽ ഹാലൈഡിൻ്റെ 3 പ്രിപ്പറേഷൻ കണ്ടു. ഫ്രം ബെൻസീൻ ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഫ്രം ഡയസോണിയം സോൾട്ട് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഫ്രം റാസ്ജിക് പ്രോസസ്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു മാപ്പ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഏത് മൊത്തത്തിലുള്ള പ്രിപ്പറേഷൻ്റെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ നമ്മൾ കണ്ടു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഫ്രം ആൽക്കെയിൻ അല്ലേ? പിന്നെ കണ്ടത് ഫ്രം ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. പിന്നെ കണ്ടത് ഫ്രം ആൽക്കഹോൾ. പിന്നെ by halogen exchange method, that is from alkyl halide halogen exchange method വഴി കണ്ടു. then ലാസ്റ്റ് നമ്മൾ ഹെൻസ്-ഡേക്കർ സിന്തസിസ് കണ്ടു. ഹെൻസ്-ഡേക്കർ സിന്തസിസ്. ഇത്രയും മെത്തേഡാണ് പഠിച്ചത്. ഇത് ആർക്ക്? ആൽക്കൈൽ ഹാലൈഡ് അഥവാ ഹാലോ ആൽക്കൈൻ കിട്ടാൻ. അതേ സ്ഥാനത്ത് അരൈൽ ഹാലൈഡ് കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? അരൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്. ഒന്ന് ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൻസീൻ ലൈക്ക് ഹാലോജനേഷൻ അല്ലേ? 2 ഫ്രം ഡയസോണിയം സോൾട്ട്. ഫ്രം ഡയസോണിയം സോൾട്ട്. 3 ബൈ റാസ്ജിക് പ്രോസസ്. റാസ്ജിക് പ്രോസസ്. ഓക്കെ, ഇത്രയുമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മെത്തേഡിൽ നെയ്മഡ് റിയാക്ഷനുകൾ പ്രത്യേകം നിങ്ങൾ പഠിക്കണം. ഇനി ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ പിന്നീട് വിശദീകരിക്കാം. ഇതോടെ നമ്മുടെ പ്രിപ്പറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അരൈൽ ഹാലൈഡ് ആണ്. വളരെ സിമ്പിളായിട്ട് ടോപ്പിക്കാണ്. നോക്കാം.
Physical properties. See, നമ്മൾ ഏത് ഓർഗാനിക് ചാപ്റ്ററിൽ എത്തുകയാണെങ്കിലും ഈ ഹെഡിങ് ഉണ്ടാവും. ഏത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്, മെൽറ്റിംഗ് പോയിൻ്റ്, സൊലുബിലിറ്റി തുടങ്ങിയ പോയിന്റുകളാണ്. സാധാരണ ചാപ്റ്ററിൻ്റെയൊക്കെ ബോയിലിംഗ് പോയിൻറ്റും സൊലുബിലിറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ഇവിടെ ബോയിലിംഗ് പോയിൻ്റ്, സൊലുബിലിറ്റി, ഡെൻസിറ്റി, അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിൻ്റ്, ഡൈപോൾ മൊമെൻറ്റ് തുടങ്ങിയ പ്രോപ്പർട്ടിയിലേക്കൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ എളുപ്പമുള്ളതായതുകൊണ്ട് തന്നെ പ്രശ്നമില്ല കേട്ടാ. നോക്കിക്കോ, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോയിലിംഗ് പോയിൻ്റ് ആയിക്കോട്ടെ. ബോയിലിംഗ് പോയിൻ്റ് സി, ആൽക്കൈൽ ഹാലൈഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണെങ്കിലോ നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ കൂടും, അതേപോലെ ബ്രാഞ്ച് കൂടുമ്പോൾ കുറയും, അതേപോലെ സൈസ് അഥവാ മോളിക്കുലാർ മാസ് കൂടുമ്പോൾ കൂടും അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വ്യത്യസ്തമായ ടൈപ്പിൽ ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് ഹൈഡ്രജൻ ബോണ്ടായിട്ടുണ്ടാകും, മറ്റൊന്ന് ഡൈപോൾ ഇൻ്ററാക്ഷൻ ആയിട്ടുണ്ടാകും, മറ്റൊന്ന് ലണ്ടൻ ഫോഴ്സ് അഥവാ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിട്ടുണ്ടാകും. ഈ മൂന്നെണ്ണമാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആയിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. ഹൈഡ്രജൻ ബോണ്ട്, ഡൈപോൾ ഇൻ്ററാക്ഷൻ, ദെൻ ലണ്ടൻ ഫോഴ്സ്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഹൈഡ്രജൻ ബോണ്ടാണ്, ദെൻ ഡൈപോൾ, ദെൻ ലണ്ടൻ ഫോഴ്സ്. അതാണ് ആ ഗ്രേറ്റർ ദാൻ സിമ്പിളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പോയിന്റിലേക്ക് തിരിച്ചു വരട്ടെ. ആൽക്കൈൽ ഹാലൈഡിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മോശമില്ലാത്ത ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. സോ ഞാൻ ആ പോയിന്റ് ലിസ്റ്റ് ചെയ്യട്ടെ. ദേ ഹാവ് ഹൈ ബി പി. എന്തുകൊണ്ട്? ഡ്യൂ ടു സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, ദാറ്റ് ഈസ് ഡൈപോൾ ഇൻട്രാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് സംഭവം എന്താണെന്നുള്ളത്. ഫോർ ആൻ എക്സാമ്പിൾ, ഐ ആം ടേക്കിംഗ് ആൽക്കൈൽ ഹാലൈഡ്, മീഥൈൽ ഹാലൈഡ്. ഇത് വൺ മോളിക്യൂൾ, ഇത് മറ്റൊരു മോളിക്യൂൾ മീഥൈൽ ഹാലൈഡ്, ഇത് വേറെ മീഥൈൽ ഹാലൈഡ്. ഹാലോജൻക്ക്, ആസ് ഓൾ ഓഫ് യു നോ ദാറ്റ്, ഹാലോജൻക്ക് എന്താ ചാർജ്? നെഗറ്റീവ്. ഈ കാർബൺ പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ്, ഇയാൾക്ക് പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ്, ഇയാൾക്ക് പോസിറ്റീവ്. ഓക്കെ, ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിലൂടെ അട്രാക്ഷൻ ഉണ്ടാവും. പോളാർ കണ്ടാ, ഇതൊരു ഡൈപോൾ അല്ലേ. ഈ പോളാർ, ഇവിടെ പോളാർ, ഇങ്ങനെ മോളിക്യൂളുകൾ മൊത്തത്തിൽ പോളാർ ഇൻട്രാക്ഷനിലാണ് ഉള്ളത്. ഈ ഇൻട്രാക്ഷൻ സാധാരണ ലണ്ടൻ ഫോഴ്സിനേക്കാളും കൂടുതലാണ്. സോ ഇവർക്ക് ബോയിലിംഗ് പോയിന്റ് സാധാരണ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബോയിലിംഗ് പോയിന്റിൻ്റെ കമ്പാരിസൺ ആണ്. നോക്കാം, ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ചെയ്തിട്ടേ നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആൽക്കൈൽ ഹാലൈഡുകൾ എടുക്കുമ്പോൾ, ആൽക്കൈൽ ഹാലൈഡിൽ തന്നെ RI, RBr, RCl, RF, ഇതല്ലേ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നുള്ള കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സ്പീഷീസ് വെച്ചിട്ടുള്ള കോമ്പൗണ്ടുകളാണത്. ഇനി ഇതിൽ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ടാവുക RFനായിരിക്കും. കാരണം പൊളാരിറ്റി കൂടുതൽ ഫ്ലൂറിൻ കാണല്ലോ, ഡൈപോൾ ഇൻട്രാക്ഷൻ സ്ട്രോങ് ഇവിടെ ആയിരിക്കുമല്ലോ എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഫോഴ്സുകളാണല്ലോ ഉദ്ദേശിക്കുന്നത്. എല്ലാ മോളിക്യൂളിലും സർഫസ് ടൈപ്പ് ഇൻട്രാക്ഷൻ ഉണ്ടാകും. അതിൻ്റെ പേരാണ് ലണ്ടൻ ഫോഴ്സ്. എന്നാൽ അതിന് പുറമെ ഡൈപോൾ ഫോഴ്സോ ഹൈഡ്രജൻ ബോണ്ടോ ഉണ്ടാവാം ചില മോളിക്യൂളിന്. ഇപ്പോൾ ആൽക്കൈൽ ഹാലൈഡിനെ സംബന്ധിച്ചിടത്തോളം ലണ്ടൻ ഫോഴ്സ് എന്തായാലും ഉണ്ട്. അതിന് പുറമെ ഏത് ഫോഴ്സ് ഉണ്ട്? ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് ഓഫ് ദീസ് ടു ഫോഴ്സാണ് വരിക. ഏത്? ലണ്ടൻ ഫോഴ്സിൻ്റെയും ഡൈപോൾ ഫോഴ്സിൻ്റെയും. മനസ്സിലായോ? അപ്പോൾ ശരിക്കും എല്ലാവർക്കും ഡൈപോൾ ഫോഴ്സ് ഉണ്ട്. കൂടുതലായിട്ട് ക്ലോറിനും ഫ്ലൂറിനും ഒക്കെയാണ് ഡൈപോൾ ഫോഴ്സ് കൂടുതൽ. എന്നാൽ ലണ്ടൻ ഫോഴ്സും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ ലണ്ടൻ ഫോഴ്സ് കൂടുതൽ ആർക്കാണെന്നറിയാമോ? അയോഡിനാണ്. ഇതിൻ്റെ എഫക്റ്റ് നോക്കുമ്പോൾ രണ്ടും കൂടെ കൂടുതൽ ആർക്കാണ് നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് വരുന്നത് അയോഡിനാണ്. ഡ്യൂ ടു ദെയർ ലാർജർ സൈസ് ആണല്ലോ അയോഡിൻ.
സൈസ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, സൈസ് കൂടുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുമെന്ന്. അതിന് കാരണം ലണ്ടൻ ഫോഴ്സ് കൂടുന്നതുകൊണ്ടാണ്. അതിനാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് RI ഗ്രേറ്റർ ദാൻ RBR ഗ്രേറ്റർ ദാൻ RCL ഗ്രേറ്റർ ദാൻ RF. ഇതാണ് റൈറ്റ്. ഇനി ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് നോക്കിക്കോളൂ. ഇതിൽ തന്നെ നമുക്ക് മീഥൈൽ ക്ലോറൈഡ് ഉണ്ട്, ഈഥൈൽ ക്ലോറൈഡ് ഉണ്ട്, പ്രൊപ്പൈൽ ക്ലോറൈഡ് ഉണ്ട്, ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഉണ്ട്. ഇതിലാർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ഇങ്ങോട്ട് നോക്കിയാൽ ഉത്തരം കിട്ടും. നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു അല്ലേ? ആ അടിസ്ഥാനത്തിൽ പറഞ്ഞൂടെ, നമ്പർ ഓഫ് കാർബൺ ആറ്റം കുറവല്ല ഇയാൾക്ക്, അതിനേക്കാൾ കൂടുതൽ ഇയാൾക്ക്, അതിനേക്കാൾ കൂടുതൽ ഇയാൾക്ക്, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഹാലോജൻ വെച്ച് മാറുമ്പോൾ അതിൽ അയോഡിനാണ് ഏറ്റവും കൂടുതൽ. നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ഇതേപോലെ തന്നെയാണ് നമുക്ക് നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം കൂടുമ്പോഴും കൂടും. ഫോർ എക്സാമ്പിൾ നമ്മളടുത്ത് ഇപ്പോൾ CH3Cl3 ഉണ്ടെന്നിരിക്കട്ടെ. ഐ മീൻ കാർബണിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. CH3Cl ഉണ്ട്, CH2Cl2 ഉണ്ട്, CHCl3 ഉണ്ട്, CCl4 ഉണ്ട്. ഇതിലാർക്കാണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ്? നോക്കിക്കോ, ഇവിടെ 4 ഹാലോജൻ, 3 ഹാലോജൻ, 2 ഹാലോജൻ, 1 ഹാലോജൻ. ഹാലോജനാറ്റം കൂടുമ്പോൾ എന്ത് ചെയ്യും? മോളിക്കുലാർ മാസ് കൂടുകയും ലണ്ടൻ ഫോഴ്സ് കൂടുകയും ബോയിലിംഗ് പോയിന്റ് കൂടുകയും ചെയ്യും. മനസ്സിലായല്ലോ? സോ മൊത്തത്തിൽ റിസൾട്ടൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഈ രീതിയിലാണ് വരിക. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. ദാറ്റ് ഈസ് CH3. ഞാൻ ബോണ്ട് ലൈനിൽ എഴുതിയാൽ മനസ്സിലാവുമോ? ബോണ്ട് ലൈനിൽ എഴുതിയാൽ ഇതാ CH3 CH2 ബ്യൂട്ടൈൽ ക്ലോറൈഡ്, സെക് ബ്യൂട്ടൈൽ ക്ലോറൈഡ്, ഐസോ ബ്യൂട്ടൈൽ ക്ലോറൈഡ്, ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. നോക്ക്, ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡിലെടുത്ത് ഞാൻ ബ്യൂട്ടൈൽ ആൽക്കോൾ എഴുതിയതില്ലേ, ബ്യൂട്ടൈൽ ക്ലോറൈഡ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ ബോണ്ട് ലൈനിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇതാണ് CH3 CH2 CH2 CH2Cl. ഇതാണെങ്കിലോ CH3 CH2 CHCl CH3. ഇതാണെങ്കിലോ CH3 CHCH3 CH2Cl. ഇതാണെങ്കിലോ CH3 CH3 CH3Cl. ഇതാണ്. ഇതിലാർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് കൂടുമ്പോൾ കുറയും. കണ്ട, ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇതിലാർക്കാ ബ്രാഞ്ച് കൂടുതലുള്ളത്? ഇയാൾക്കല്ലേ. അപ്പോൾ ഇയാൾക്കായിരിക്കും ഇതിൽ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവ്. പിന്നെ ഇയാൾക്ക് ഇങ്ങനെ വരും. സോ ദിസ് ഇസ് ദ ഓർഡർ. കണ്ട, ഇതാണ് ഏറ്റവും ബ്രാഞ്ച് ഉണ്ട്, കുറച്ച് ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ച് കുറഞ്ഞു. ഇവർ തമ്മിൽ ഏകദേശം ഒരു ബ്രാഞ്ചുള്ള രീതിയിൽ തന്നെയാണുള്ളതല്ലോ. അതുകൊണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ഇയാൾക്കാണ്. സോ നമ്മൾ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഹാലോജൻ ഏറ്റവും കൂടുതലുള്ളത് അയോഡിനാണ്. ഇനി അതിൽ തന്നെ നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടി, ഹാലോജൻ ആറ്റം കൂടുമ്പോൾ കൂടി, ബ്രാഞ്ച് കൂടിയപ്പോൾ കുറഞ്ഞു. റൈറ്റ്? ഓക്കെ. ഇത് ഞാൻ അരയിൽ ഹാലൈഡിലുള്ളൊരു എക്സാമ്പിൾ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ട് കഴിയാണ്. എന്നിട്ട് നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് എന്ന അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇതാ ഡൈ ഹാലൈഡ് എടുക്കുകയാണെങ്കിൽ ഓർത്തോ ഡൈ ഹാലൈഡിനാണോ പാരാ ഡൈ ഹാലൈഡിനാണോ മെറ്റാ ഡൈ ഹാലൈഡിനാണോ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്നാണ് ചോദ്യം. ഇതിലെ മ്യൂ അഥവാ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ളത് ആർക്കാണെന്നറിയാം നിങ്ങൾക്ക്? മ്യൂ ഏറ്റവും കൂടുതൽ ഇയാൾക്കാണ്. കാരണം ഈ ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഇങ്ങോട്ടും ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഇങ്ങോട്ടുമാണ്. മീൻസ് എഫക്റ്റീവായിട്ട് ഏകദേശം ഒരേ ഡയറക്ഷനിലേക്കാണ് വന്നത്. എന്നാൽ ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുകളിലേക്കും ഇത് താഴേക്കുമാണല്ലോ. സോ ഇയാൾക്ക് ഡൈപോൾ മൊമെൻ്റ് 0 ആയിട്ടാണ് വന്നത്. ഇയാളെ സംബന്ധിച്ച് ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടുമാണ്. ഒരു ചെറിയ രീതിയിൽ നെഗ്ലക്റ്റ് ആയെങ്കിലും മോശമില്ലാത്ത ഡൈപോൾ മൊമെൻ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും ഡൈപോൾ മൊമെൻ്റ് കൂടിയ ആൾ ഓർത്തു ആയതുകൊണ്ട് തന്നെ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത്.
ഇനി രണ്ടാം സ്ഥാനം നമുക്ക് ഓർമ്മ വരിക മെറ്റക്കാണ്. കാരണം ഡൈപോൾ മൊമെൻ്റ് ഉണ്ടല്ലോ. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ആണല്ലോ. പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി കൂടുമ്പോൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടുമല്ലോ, കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുമല്ലോ. ഇതായിരിക്കും നമ്മുടെ നോളജ്. എന്താ ഞാൻ പറയട്ടെ, എന്നാൽ ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഡൈപോൾ മൊമെൻ്റ് കൂടിക്കഴിഞ്ഞാലും വെറും ഡൈപോൾ മൊമെൻ്റ് അഥവാ പൊളാരിറ്റി മാത്രമല്ലല്ലോ ബോയിലിംഗ് പോയിന്റിനെ തീരുമാനിക്കുന്ന ആൾ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ലണ്ടൻ ഫോഴ്സ് ഉണ്ട് എന്ന്. ഇവിടെ ലണ്ടൻ ഫോഴ്സ് ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ കൂടിയ ഇയാൾക്കാണ്. സോ റിസൾട്ടായിട്ട് വരുമ്പോൾ ഡൈപോൾ മൊമെൻറ്റും പൊളാരിറ്റി അഥവാ പൊളാരിറ്റിയും ഡൈപോൾ മൊമെൻറ്റും ഒന്നാണല്ലോ. പൊളാരിറ്റിയും ലണ്ടൻ ഫോഴ്സും കൂടെ നോക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റ് കൂടുതലായിട്ടുള്ളത് ഇയാൾക്കാണ്. രണ്ടാം സ്ഥാനം വരുന്നത് ഇയാൾക്കാണ്. കാരണം സർഫസ് ഏരിയ കൂടുതലുള്ള രീതിയിലാണ് ഇയാളുള്ളത്. അതുകൊണ്ട് രണ്ടാം സ്ഥാനം ഇയാൾക്ക്. മൂന്നാം സ്ഥാനമാണ് മെറ്റക്കുള്ളത്. ക്ലിയർ ആണോ? ഇനി ഞാനിതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അഥവാ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് ഇതേപോലെ ഡൈഹാലൈഡിന് പറയാനുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് അതും കൂടെ പറഞ്ഞാൽ ഞാൻ അത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ഞാൻ കാര്യം പറഞ്ഞിരുന്നു. നോക്കിക്കോളൂ. മെൽറ്റിംഗ് പോയിന്റ് ഇതേപോലെ ഡൈഹാലൈഡിന് പറയട്ടെ. പാര, ഓർത്തോ, മെറ്റ. സി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ പൊളാരിറ്റിയേക്കാളും ഇമ്പോർട്ടൻസ് എന്തിനാണെന്നറിയാമോ? അതിൻ്റെ സിമെട്രിക്കാണ്. ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ളത് ഇവിടെ പാരയാണ്. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പാരക്കാണ്. സോ ദിസ് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് എന്താണെന്നറിയാമോ? ഇത് പറഞ്ഞാൽ ഇതും കൂടി പഠിക്കാൻ എളുപ്പമുണ്ടാവും എന്നുള്ളത്. മെൽറ്റിംഗ് പോയിന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് സിമെട്രിയാണ്. സിമെട്രി. ഓക്കെ. ബോയിലിംഗ് പോയിന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് പൊളാരിറ്റിയാണ് അഥവാ ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, പൊളാരിറ്റി കൂടുതൽ ഓർത്തോ മെറ്റാ പാര ആർക്കാ? ഓർത്തോക്ക്. സിമെട്രി കൂടുതൽ ഓർത്തോ മെറ്റാ പാര ആർക്കാ? പാരക്ക്. സോ ഒരെണ്ണത്തിൽ ഫസ്റ്റ് വരേണ്ട ആൾ ആരായിരിക്കണം? ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ഓർത്തോ ആയിരിക്കണം, മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ പാര ആയിരിക്കണം. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, രണ്ടും കുറവ് മെറ്റക്കാണ് എന്ന്. യെസ്, രണ്ടും കുറവ് മെറ്റക്ക്. ഇപ്പോൾ ഐഡിയ കിട്ടിയല്ലോ. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ആർക്കാ? പാരക്ക്. കുറവാർക്കാണ്? മെറ്റക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഓർത്ത് വന്നു. ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ആർക്കാ? ഓർത്തോക്ക്. ഏറ്റവും കുറവാർക്കാ? മെറ്റക്ക്. അതുകൊണ്ട് ഉള്ളിൽ ആര് വരും? പാര വരും. ഹോപ്പ് യു ക്ലിയർ. രണ്ടും കുറവ് ഒരാൾക്ക് ഫിക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഓർഡർ മാത്രം ചേഞ്ച് ചെയ്യുന്ന ഓർത്താൽ മതി. മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ വരിക സിമെട്രിക് ആയിട്ടുള്ള ആൾക്കും, ബോയിലിംഗ് പോയിന്റ് കൂടുതൽ വരിക പൊളാരിറ്റി കൂടിയ ആൾക്കുമാണ്. ആ അടിസ്ഥാനത്തിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാവുന്നുള്ളൂ. റൈറ്റ്. സോ ഇതോടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കഴിഞ്ഞു. റൈറ്റ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്ന പ്രോപ്പർട്ടി സൊല്യൂബിലിറ്റി, അല്ല സോറി, ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് കൂടുതൽ ആർക്കാ? സി ഇവിടെ 3 എക്സാമ്പിൾസ് പറയാനുണ്ട്. CH3Cl-നാണോ, CH2Cl2-നാണോ, അതോ CHCl3-ക്കാണോ, അതോ CCl4-നാണോ ഡൈപോൾ മൊമെന്റ് കൂടുതൽ എന്നാണ് പറയട്ടെ. ഡൈപോൾ മൊമെന്റ് ഏറ്റവും കൂടുതലുള്ളത് CH3Cl-നാണ്. ആർക്കാണ്? CH3Cl-നാണ് ഡൈപോൾ മൊമെന്റ് കൂടുതലുള്ളത്. രണ്ടാം സ്ഥാനം ഇയാൾക്ക്, മൂന്നാം സ്ഥാനം ഇയാൾക്ക്. എന്തുകൊണ്ട്? നോക്കിക്കോളൂ. എന്തുകൊണ്ടെന്നാൽ നോക്കിക്കോ, CHCl3 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ കാർബണിലെ ബാക്കി ആറ്റങ്ങൾ ഞാൻ വരച്ചോട്ടെ. നോക്കിക്കോ. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ക്ലോറിൻ. ഈ ക്ലോറിൻ എന്ന് പറയുന്നതിൻ്റെ ബോണ്ട് മൊമെൻ്റ് പോകുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. റൈറ്റ്. എന്നാൽ ഇവകൾ വരുന്നത് കാർബണിലേക്കാണ്. ബിക്കോസ് കാർബൺ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഓക്കെ. സോ ഇതിന് നല്ലൊരു റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് ഈ ഡയറക്ഷനിലേക്ക്. അതുകൊണ്ട് ഏറ്റവും ഡൈപോൾ മൊമെൻ്റ് കൂടുതൽ ഇയാൾക്കാണ്. എന്നാൽ CH2Cl2 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ വരുമ്പോൾ അങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് പാർഷ്യലി ക്യാൻസൽ ആകും. 3 വരുമ്പോൾ വീണ്ടും ക്യാൻസൽ ആകും. 4 വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ക്യാൻസൽ ആകും. ഞാനത് കാണിക്കാം. നോക്കാം. അതാ ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. ഇതാണ്ട, ഇത് ഇങ്ങോട്ടുള്ളത് ഇയാൾ അങ്ങോട്ട് മുറിച്ചു, ഇത് ഇങ്ങോട്ടുള്ളത് ഇയാൾ ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു. സോ ദാറ്റ് മീൻസ് എഫക്റ്റീവ് മ്യൂ ഈക്വൽ 0. സോ ഡൈപോൾ മൊമെന്റ് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? മീഥൈൽ ക്ലോറൈഡിനാണ്. നമ്പർ ഓഫ് ഹാലജനാറ്റം കൂടുമ്പോൾ ഡൈപോൾ മൊമെന്റ് കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കാണുന്നത്. റൈറ്റ്. ഇനി ഡൈപോൾ മൊമെന്റ് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റിനെ പറ്റി പറഞ്ഞു കഴിയും. വളരെ സിമ്പിളാണ്. നോക്കിക്കോളൂ. ഇയാൾക്കാണോ
ഇയാൾക്കാണോ ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ? ഇവിടെ നേരത്തെ നമ്മൾ രണ്ടും കുറവ് മെറ്റക്ക് എന്ന് പറഞ്ഞ രീതിയിൽ മെറ്റക്ക് ഡൈപോൾ മൊമെൻറ്റ് കുറവാണെന്ന് പറയരുത് കേട്ടോ. ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റുമാണ് കുറവ്. ഡൈപോൾ മൊമെൻറ്റ് നിങ്ങൾ ചിത്രത്തിൽ നോക്കി പറയാവുന്നതേ ഉള്ളൂ. ഞാൻ വരയ്ക്കാൻ നോക്കിക്കോ. ഇതാ സി, ഈ ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ട്, ഇതിങ്ങോട്ട്, നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ടൻ്റ് ഇങ്ങോട്ടുണ്ടാവില്ലേ? ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങോട്ടുണ്ടാവില്ലേ? ഇതിന് റിസൾട്ടൻ്റ് ഇല്ല. ഇതിൻ്റെ റിസൾട്ടൻ്റ് 0 ആണ്. മ്യൂ ഈക്വൽ 0. അതുകൊണ്ട് ഡൈപോൾ മൊമെൻറ്റ് ഓർഡർ ഇതാണ്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. സോ ഡൈപോൾ മൊമെൻറ്റും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. സോ നമ്മൾ 3 പ്രോപ്പർട്ടി പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ബോയിലിംഗ് പോയിൻ്റ് പറഞ്ഞു, മറ്റൊന്ന് കൂടെ മെൽറ്റിംഗ് പോയിൻ്റ് പറഞ്ഞു, മറ്റൊന്ന് ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പറഞ്ഞു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ? ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പോളി ഹാലജൻ അല്ലെങ്കിൽ ഹാലജൻ ഡെറിവേറ്റീവ്സിൻ്റെ ഡെൻസിറ്റി പറയുമ്പോൾ 2-3 പോയിന്റുകൾ നിങ്ങൾ ഓർത്താൽ മതി. ഇവർ വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവുള്ളവരാണ് ഒരു ഹാലജനുള്ളെങ്കിൽ, ഏത് ഫ്ലൂറിനും ക്ലോറിനും ഒക്കെ ആണെങ്കിൽ. എന്നാൽ അയോഡിനും ബ്രോമിനും ഒക്കെ വാട്ടറിനേക്കാളും ഡെൻസറാണ്. പോളി ഹാലജൻ വരുമ്പോഴും വാട്ടറിനേക്കാൾ ഡെൻസറാണ്. മനസ്സിലായില്ല? നോക്കിക്കോ, വാട്ടറിൻ്റെ ഡെൻസിറ്റി ഒന്നല്ലേ? ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വാട്ടറിൻ്റെ ഡെൻസിറ്റി പറയുകയാണെങ്കിൽ RFനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് ക്ലോറിന്. പക്ഷേ അതിനേക്കാളും കൂടുതലാണ് വാട്ടറിന്, അതിനേക്കാൾ കൂടുതലാണ് ബ്രോമിന്, അതിനേക്കാൾ കൂടുതലാണ് അയോഡിന്. ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഈ സംഭവം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്ത് ഇൻക്രീസ് ഇൻ നോക്കിക്കോ, നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം, മാസ് ഓഫ് ഹാലോജൻ ആറ്റം, ഡെൻസിറ്റി ഇൻക്രീസസ്. കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഹാലജൻ അയോഡിനാണോ ഫ്ലൂറിനാണോ കൂടുതൽ? അയോഡിനാണ് കൂടുതൽ. അപ്പോൾ ഡെൻസിറ്റി കൂടും. ഇനി നമ്പർ ഓഫ് ഹാലജൻ കൂടിയാലും കൂടും. എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ CH3Cl ആണോ, CH2Cl2 ആണോ, അതോ CHCl3 ആണോ, CCl4 ആണോ ഡെൻസിറ്റി കൂടുതൽ എന്നാണ് ചോദ്യം. ഏതാ കൂടുതൽ? ഒന്നും സംശയിക്കേണ്ട, CCl4 ആണ്. എന്തുകൊണ്ട്? നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു. കിട്ടിയില്ലേ? സോ വളരെ കുറഞ്ഞ പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം, മാസ് ഓഫ് ഹാലോജൻ ആറ്റം, ഡെൻസിറ്റി ഇൻക്രീസസ്. ഇവിടെ ടെക്സ്റ്റിനകത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു എന്നുള്ളത്. അത് ശരിയല്ല. കാരണം നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടാൻ തന്നെ മീഥൈൽ ഈഥൈൽ ആവുക, ഈഥൈൽ പ്രൊപ്പൈൽ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഈ ആൽക്കൈൽ പാർട്ട് കൂടുമ്പോൾ ഡെൻസിറ്റി കുറയാണ് ചെയ്യുക. കാരണം ഇപ്പോൾ മീഥൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിൻ ഡെൻസർ സാധനം മീഥൈൽ ഡെൻസർ അല്ലാത്ത സാധനമാണ്. എന്നാൽ ഈഥൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിൻ അതേപോലെ ഡെൻസിറ്റി നിലനിൽക്കുന്നു, പക്ഷേ ഡെൻസിറ്റി ഇല്ലാത്ത ഭാഗത്തിൻ്റെ ഏരിയ കൂടി. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഡെൻസിറ്റി കുറയുന്നതായിട്ടാണ് പതിവ് കേട്ടോ. അത് മനസ്സിലാക്കണം. റൈറ്റ്. സോ അതും കഴിഞ്ഞു. ഇനി നമുക്കൊരു പോയിന്റും കൂടെ പറയാനുള്ള എന്താണെന്ന് അറിയാമോ? ദ ലാസ്റ്റ് പോയിന്റ് ഈസ് solubility in water. Solubility. Solubility. എന്താണ് നോക്കിക്കോ. ആർ ദി soluble in water? ആൽക്കൈൽ ആലൈഡ് വാട്ടർ സൊല്യൂബിൾ ആണോ നിങ്ങളുടെ കാഴ്ചയിൽ? നോക്കിക്കോ, CH3Cl അല്ലേ ഒരു ആൽക്കൈൽ ആലൈഡിന് ഉദാഹരണം പറയാൻ പറ്റുക? നിങ്ങൾക്കറിയാമോ, ഒരു വസ്തു വാട്ടറിൽ സൊല്യൂബിൾ ആവണമെങ്കിൽ ഒന്നുകിൽ അത് അയോണിക് കോമ്പൗണ്ട് ആയിട്ട് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പിയുമായൊക്കെ ബന്ധപ്പെട്ട് പറയണം. കോവാലൻ്റ് കോമ്പൗണ്ട് വാട്ടർ സൊല്യൂബിൾ ആവണമെങ്കിൽ ആ കോമ്പൗണ്ടിന് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റണം. മനസ്സിലായോ? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പോലത്തെ കോവാലൻ്റ് കോമ്പൗണ്ട് വാട്ടർ സൊല്യൂബിൾ ആകണമെങ്കിൽ ആ കോമ്പൗണ്ടിന് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റണം. ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ അതിന് വേണ്ട ക്രൈറ്റീരിയൻ കണ്ടീഷൻ എന്താ? ഫോൺ ഉണ്ടായാൽ മതി. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്ന ഫോൺ ഉണ്ടായിരുന്നാൽ മതി. ദാറ്റ് ഈസ് ഇതുണ്ടായിരുന്നാൽ മതി. ഫോൺ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇതുണ്ടെങ്കിൽ ആ വസ്തുവിന് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആൽക്കഹോൾ, അമീൻസ് തുടങ്ങിയവയെല്ലാം വാട്ടർ സൊല്യൂബിൾ ആണെന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ.
ഏത് ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിലും നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്നതിനനുസരിച്ച് സൊലുബിലിറ്റി കുറയും. കൂടുതൽ സൊലുബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതത് ചാപ്റ്ററുകളിൽ പഠിക്കാം. ഞാൻ പറഞ്ഞ അങ്ങനെ സമയം ദീർഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് മീഥൈൽ ക്ലോറൈഡ് ആവട്ടെ, മീഥൈൽ ബ്രോമൈഡ് ആവട്ടെ, മീഥൈൽ അയഡൈഡ് ആവട്ടെ, ഇതിലൊന്നും ഫോണില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വാട്ടർ ഇൻസൊലുബിൾ ആണ്, ആസ് ദേ കാനോട്ട് മേക്ക് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. എന്നാൽ CH3F വാട്ടർ സൊലുബിൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, ആൽക്കൈൽ ഹാലൈഡിലെ ഏറ്റവും വെരി ഫസ്റ്റ് മെമ്പർ ആയിട്ടുള്ള മീഥൈൽ ഫ്ലൂറൈഡ് മാത്രമേ സൊലുബിലിറ്റി കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ തന്നെ സൊലുബിലിറ്റി നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ കുറയും. സോ ഇൻ ജനറൽ ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ഇൻസൊലുബിൾ ഇൻ വാട്ടർ ആസ് ദേ ഹാവ് നോ എബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതോടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇവിടെ കഴിയുന്നു.